അത് നമുക്കറിയാം. പഞ്ചായത്തി രാജ് സംവിധാനം നാട്ടിൽ നിലവിൽ വന്നപ്പോൾ പഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ചുമതല കുറയും. അപ്പോ അവരുടെ ഫണ്ട് വെച്ച് പഞ്ചായത്തിന്, ഗ്രാമപഞ്ചായത്തിന് LP സ്കൂളുകളുടെ, UP സ്കൂളുകളുടെ ഒക്കെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ ജില്ലാ പഞ്ചായത്തിന് വഴി അങ്ങനെ വന്നപ്പോൾ ധാരാളം സൗകര്യങ്ങളുണ്ടായി. പിന്നെ സർക്കാർ സംവിധാനങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നതുപോലുള്ള പദ്ധതികളൊക്കെയായി MLA ഫണ്ട്, MP ഫണ്ട്, അതിലൊക്കെ സ്കൂളുകൾക്ക് കെട്ടിടവും ബസ്സും ഒക്കെ കൊടുക്കാൻ സാധിച്ചുകൊണ്ട് ഇന്ന് വലിയ മാറ്റമുണ്ടായി. സർക്കാർ സ്കൂളുകളിൽ ഇന്ന് ഗതാഗത സൗകര്യം, സ്വന്തമായി ബസ്സില്ലാത്ത സ്കൂളുകൾ കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ മാറ്റം ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലുണ്ടായി. അതോടൊപ്പം തന്നെ പാഠ്യ പദ്ധതി പരിഷ്കരണങ്ങളിലൂടെയൊക്കെ ലോകോത്തരമായ നിലവാരത്തിൽ നമ്മളെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം. അപ്പൊ അത് നിലനിർത്തുക, ഇംപ്രൂവ്മെന്റ് ചെയ്യുക, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ വകുപ്പിന്റെ ചുമതല ഏൽക്കുമ്പോൾ മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം. ഇന്ന് നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നത് ലോകത്തിലെ മറ്റു കുട്ടികൾക്കൊപ്പമാണ്. ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള അതിരുകൾ കുറഞ്ഞു. ഒരു ജോലിക്കാണെങ്കിലും കോമ്പീറ്റ് ചെയ്യേണ്ടത് ചിലപ്പോ നമ്മുടെ കുട്ടിക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരാളുമായിട്ടാണ്, ഒരു കുട്ടിയുമായിട്ടാണ്. അപ്പൊ അങ്ങനെയെല്ലാം ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയ ഈ കാലത്ത് അത്തരത്തിലൊക്കെയുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു വശം. അപ്പൊ ആ രീതിയിൽ നിലവിലുള്ള പദ്ധതികൾ അതുതന്നെയാണ് നമ്മൾ അതിന് ചില മോഡിഫിക്കേഷൻ വരുത്തി, ചില ആശയങ്ങൾ അതിൽ ഉൾപ്പെടുത്തി ഒക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം. MOU ഒപ്പിട്ടാൽ ഏകപക്ഷീയമായി പിൻവാങ്ങാൻ കഴിയുമോ? അത് അപ്പൊ പിന്നീടുണ്ടായത് എന്താ? ഇത് സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ തൽക്കാലം നിർത്തിവെക്കുക, കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് ഒരു കത്തെഴുതി. അപ്പൊ അതിലാണ് നിൽക്കുന്നത്. അത് ഇനി നമ്മള് എന്ത് രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. അത് UDFന്റെ ഒരു പോളിസി മാറ്ററാണ്, പൊളിറ്റിക്കലായിട്ട് തീരുമാനം പറയേണ്ട കാര്യമാണ്. ഏതായാലും ഞാൻ അതിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് നമ്മൾ മനസ്സിലാക്കിയത്, കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് പ്രകാരമുള്ള എയ്ഡും കിട്ടി. 93 കോടി രൂപ അന്ന് സംസ്ഥാനം അതിന്റെ പേരിൽ വാങ്ങുകയും ചെയ്തു. അല്ലെങ്കിൽ ബ്ലോക്കായി നിന്ന പണം വന്നു. അപ്പൊ ഇനി അതിൽ നിന്നുള്ള അതുമായി എങ്ങനെയാണ് അതിന്റെ ഫർദർ എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യം. അതിന്റെ നിയമവശങ്ങളും നോക്കണം. +1 സീറ്റിന്റെ കുറവ് ചില ജില്ലകളിൽ ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് മലപ്പുറത്താണ്. അപ്പോൾ ഞങ്ങളിപ്പോ തീരുമാനിച്ചത്, ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് എടുത്ത് അതിൽ തീരുമാനിച്ചത് കുറെ അഡീഷണൽ ബാച്ചുകൾ സർക്കാർ സ്കൂളുകളിൽ കുറെ അഡീഷണൽ ബാച്ചുകൾ കൊടുത്തു. ഈ അഡീഷണൽ ബാച്ചുകളിൽ ഉൾപ്പെടെ മാർജിനൽ ഇൻക്രീസും കൂട്ടി കണ്ടുകൊണ്ട് ഇത്തവണത്തെ അലോട്ട്മെന്റ് നടത്തുന്നത്. മറ്റത് ആദ്യം അനുവദനീയമായ സീറ്റിൽ നടത്തിയിട്ട് പിന്നെയാണ് അഡീഷണലിലേക്ക് വരിക. അതല്ലാതെ 350 അഡീഷണൽ ബാച്ച് വേണ്ടി വരും. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് അലോട്ട്മെന്റ് നടത്തുക. എന്നിട്ട് ബാലൻസ് വന്നാൽ ആ ജില്ലകളിൽ പ്രത്യേകമായ സംവിധാനം. പിന്നെ സ്ഥിരമായ ബാച്ച് കാര്യങ്ങൾ കുറവുള്ളത് കൊടുക്കണമെങ്കിൽ അതൊരു ഫൈൻഡിങ്സ് വേണം. അത് കഴിഞ്ഞ് അതിനുള്ള ചില നടപടിക്രമങ്ങളും വേണം. അതൊന്നും ഇപ്പൊ ഈ വർഷം നമ്മുടെ സമയത്ത് അധ്യയന വർഷം തുടങ്ങുന്നതിന്റെ അതിന്റെ പക്കത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരമാവധി എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം ഒക്കെ ഇനി മാറ്റം വരുത്താനുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഒരാഴ്ചയാണ്. ഇത് നമ്മൾ സീറ്റ് അധികമായി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണ്ടേ? അപ്പൊ അതെല്ലാം കണ്ടിട്ട് വേണം. അതുപോലെ തന്നെ അത് അങ്ങനെ ഓരോ സ്ഥലത്തും സീറ്റ് അനുവദിക്കുന്നതിന് പ്രോസസ്സ് വേണ്ട. അപ്പൊ അതൊക്കെ ഒന്ന് പരിശോധിക്കാനുള്ള സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞോളൂ. സീറ്റ് വേണം. മലപ്പുറം ഉൾപ്പെടെ പാലക്കാട്, മലപ്പുറവും കഴിഞ്ഞാൽ പിന്നെ പാലക്കാട്, മലപ്പുറവും പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും അങ്ങനെ ചില ജില്ലകളിൽ, എനിക്ക് തോന്നുന്നു തെക്കും 1-2 ജില്ലകളിൽ കുറവുണ്ട്.
അപ്പൊ അത് പരിശോധിച്ച് കുറവുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഇതിൽ വരുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഇവർ തരുന്ന കണക്കുകളിലൊക്കെ അൺഎയ്ഡഡ് ബാച്ചുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കണക്ക് പറയുന്നത്. സാധാരണ സീറ്റില്ല എന്ന് പറയുമ്പോൾ വരുന്ന ഒരു പ്രയാസം അതാണ്. പക്ഷെ അത്തരം കുറെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ചില ജില്ലകളിൽ സർക്കാർ സ്കൂളുകളിൽ ഗവൺമെന്റ് സ്കൂളുകൾ അത് ഒഴിഞ്ഞു കിടക്കുന്നു. ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുറെ ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകൾ പിന്നെ ആവശ്യമുള്ളിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്രാവശ്യം തുടരും. LDF ഗവൺമെന്റ് അതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ അഡീഷണൽ ബാച്ച് കൊടുത്തല്ലാതെ പുതിയ ബാച്ചുകളൊന്നും കൊടുത്തില്ല. സർക്കാർ സ്കൂളുകളിൽ കൊടുക്കുമ്പോൾ ആക്ഷേപമുണ്ടല്ലോ, അവർക്ക് അവരേജ് ഉണ്ടാവില്ലേ, അവർക്ക് ആ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ ആവശ്യമായ ഒരു ടീം ചെയ്തില്ല. അത് ഉൾപ്പെടെയുള്ള മുൻകാല റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കാം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.